ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുനെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ സ്വപ്നം പൂജ കാണണം കേട്ടോ. പിന്നീട് പൂജയ്ക്ക് അർജുനെ കാണണമെന്ന ആഗ്രഹമാവുകയാണ്. അങ്ങനെ കിരൺ പൂജയെ സൂര്യയുടെ അടുത്തോട്ട് എത്തിക്കുകയാണ് കേട്ടോ. പിന്നീട് പൂജ അർജുനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അർജുൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ മോളുടെ വിവരം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ല അജുവേട്ട, എനിക്ക് എന്തോ പേടി തോന്നി, അജുവേട്ടനെ കാണണം എന്നുള്ള ആ ഒരു പേടി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്ന അർജുൻ പറയാണ്, അത് കുഴപ്പമില്ല, നീ വരുന്നത് ഡേഞ്ചറൊക്കെ തന്നെയാണ്, നിന്നെ കാണണമെന്ന് ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ എന്തായാലും മോളവിടെ തനിയല്ലേ ഉള്ളൂ, നീ പെട്ടെന്ന് പോകാൻ നോക്കുക എന്ന് പറയുമ്പോൾ, ഇല്ല അജുവേട്ട, എന്നെക്കൊണ്ട് പോകാൻ കഴിയില്ല, എനിക്കെൻ്റെ അജുവേട്ടൻ്റെ കൂടെ നിൽക്കണം, കാരണം എൻ്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ അജുവേട്ടൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അർജുൻ പറയണേ, എന്നാൽ ശരി, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമോ, കുഞ്ഞിനെ അമ്മ നോക്കിക്കോളും, എനിക്ക് അജുവേട്ടൻ്റെ കൂടെ നിന്നാലാണ് ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടുള്ളൂ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയാണ്. എന്നാൽ ഈ സമയം പൂജയാണെങ്കിൽ വീട്ടിലെ കാറെടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ പൂജയ്ക്ക് അപകടം വരാനിരിക്കുന്നത് അറിയുന്നില്ല കേട്ടോ. പൂജകാരൻ തന്നെ അർജുനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ആ വണ്ടിയുടെ അടിയിൽ GPS കണക്ട് ചെയ്തതുകൊണ്ട് തന്നെ പൂജ എവിടെയോട്ടാണ് പോയതെന്നും ഏതുവരെയാണ് ഇറങ്ങിയതെന്നും കറക്റ്റ് മനസ്സിലാക്കാൻ ആ SIക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. SP കിരണാണെങ്കിൽ പിടിക്കപ്പെടില്ല എന്ന ആ ഒരു ധൈര്യത്തോടു കൂടിയിട്ടാണ് പൂജയെ അവിടെ പകുതിയിൽ വെച്ച് അങ്ങ് ഇറക്കി കൊടുത്ത്. പക്ഷേ വരാനിരിക്കുന്നത് എന്തെന്ന് SP കിരണും അറിയില്ല. അങ്ങനെ ഇന്നത്തോടു കൂടി എന്തായാലും അറസ്റ്റ് ഉണ്ടാവും, സാറ് പേടിക്കണ്ട, ഇന്നത്തോടു കൂടി അറസ്റ്റ് അർജുൻ്റെ ഉണ്ടാവും, അതെങ്ങനെ തനിക്ക് പറയാൻ കഴിയുന്നു എന്ന് പറഞ്ഞ ഉടനെ ഈ SI ഇങ്ങനെ തൻ്റെ മേലുദ്യോഗസ്ഥനോട് പറയാണ്, ഞാൻ അന്ന് പൂജയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആ വീട്ടിലോട്ട് മനഃപൂർവ്വം ഞാൻ പോയിരുന്നു, അന്ന് എനിക്ക് മനസ്സിലായി അവർ അർജുനെ ഒളിത്താമസത്തിൽ താമസിപ്പിച്ചതാണെന്ന്, അവർക്കൊരു ജാമ്യം കിട്ടാൻ വേണ്ടി വരെ അവർ താമസിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ അവിടുത്തെ കാറിൻ്റെ അടിയിൽ GPS കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അതുകൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ പൂജയും അർജുനും രാമനും സീതയും പോലെയാണ് അവരുടെ ജീവിതം, അവർക്കൊരിക്കലും പരസ്പരം പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല, അപ്പോഴേക്കും അവർക്ക് കണ്ടുമുട്ടാനുള്ള ആഗ്രഹം തോന്നും, അതുകൊണ്ട് തന്നെ അവർ പോകുമെന്ന് എനിക്കറിയായിരുന്നു, പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ അർജുനെ പിടികൂടാൻ കഴിയുമോ? ആ, പിടികൂടാൻ കഴിയും, അവരുടെ കാറ് SP കിരണാണ് കൊണ്ടുപോയിരിക്കുന്നത്, ഇന്ന ഭാഗം വരെ പോയി, പക്ഷെ പിന്നീട് പൂജ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നിരീക്ഷിച്ച് ഞാൻ കണ്ടെത്തുമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ മേലുദ്യോഗസ്ഥന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ എന്തായാലും അർജുനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്നുള്ള ആ വാശിയും ഈ ഒരു SIക്ക് ആവുകയാണ്. കാരണം SI ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഹേമചന്ദ്രൻ്റെ വാക്കുകളും അതുപോലെ തന്നെ ഈ പ്രിയ അതുപോലെ സേനാപതി എല്ലാവരും കൂട്ടാളികളൊക്കെ ബാക്കിലിരുന്ന് കളിക്കുന്നുണ്ട്, പക്ഷെ അവരൊക്കെ വരുന്ന ആ ഒരു സമയമാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പോലീസ് അർജുനെ തിരക്കി പോവാണ്. അങ്ങനെ അർജുനെ തിരക്കി പോകുമ്പോൾ വണ്ടി ഇതുവരെ വന്നിട്ടുള്ളതെന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇവിടെ എവിടെയാണ് ഒഴിഞ്ഞൊരു വീടുള്ളത് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇന്ന ഭാഗത്തുണ്ട് എന്ന് പറയണം. അങ്ങനെ അർജുനും പൂജയും സന്തോഷവതിയായി തന്നെ പൂജയുടെ കൈകൊണ്ട് അർജുന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അർജുൻ അത് വിളമ്പിക്കൊടുത്തും അവർ സന്തോഷത്തോടെ കൂടെ ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയം പൂജ പറയുന്നുണ്ട്, അജുവേട്ട എത്ര നാളിത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും? അപ്പോഴേക്കും സൂര്യ പറയാണ്, താൻ വിഷമിക്കേണ്ടല്ലോ, അധികം നാളൊന്നും ഇരിക്കേണ്ടി വരില്ല, കാരണം അർജുന് അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്തോടത്തോളം പേടിക്കാനില്ല എന്നുള്ള വാക്കുകളും പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം എന്നുള്ള ആ ഒരു ഇതിലാവുകയാണ്. അപ്പോൾ എന്തായാലും പേടിക്കണ്ട, അർജുൻ എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ മുൻകൂർ ജാമ്യത്തിലുള്ള ആ ഒരു ഇത് കിട്ടും, അത് കഴിഞ്ഞാൽ അർജുനെ നമുക്ക് ഒളിത്താമസത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാം, പിന്നീട് അർജുനല്ലേ ആൾ, അർജുൻ തന്നെ കേസ് വിജയിപ്പിച്ചോളും എന്ന് പറയാനായിട്ടോ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് പൂജയ്ക്ക്. അങ്ങനെ എൻ്റെ അജുവേട്ടനെ ഈ ഒളിത്താമസത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു പേടിയും വെപ്രാളവും വരികയാണ്, എപ്പോഴും എന്ത് സംഭവിക്കും എന്നൊക്കെ ദുസ്വപ്നം പോലെ, അജുവേട്ടൻ ഭക്ഷണം കഴിച്ചില്ല എന്നൊരു തോന്നലൊക്കെ എൻ്റെ ഉള്ളിൽ വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ആ സമയമായിരിക്കും വീടിൻ്റെ 4 പേരും ഇങ്ങനെ ആരൊക്കെയോ ഓടുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. അത് കേൾക്കുന്ന പൂജ, അജുവേട്ട ആരോ വരുന്നു, ആരോ ഓടുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയണേ, അത് തനിക്ക് തോന്നിയതായിരിക്കും, വല്ല പട്ടിയോ പൂച്ചയോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ പുറത്തിങ്ങനെ
പോലീസുകാർ നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി സൂര്യൻ ഞെട്ടാണ്. എവിടെയടാ മര്യാദക്ക് അർജുൻ, എവിടെയടാ? താനായിരുന്നു അർജുനെ ഇങ്ങനെ ഒളിക്കാനുള്ള ആ താവളം തയ്യാറാക്കി കൊടുത്തത് എന്ന് പറഞ്ഞ് സൂര്യയുടെ നേർക്ക് എടുക്കുമ്പോഴേക്കും പൂജ പറയണം, അജുവേട്ടാ അതാ പോലീസുകാരുടെ ശബ്ദം എന്ന് പറയട്ടോ. അങ്ങനെ ഇനി എന്ത് ചെയ്യുക അജുവേട്ടാ, ഞാൻ വന്നതുകൊണ്ട് അജുവേട്ടനെ പിടിക്കപ്പെട്ടില്ലേ എന്ന് പറഞ്ഞ് പൂജ ഇങ്ങനെ പൊട്ടിക്കറിയുമ്പോൾ താനിങ്ങനെ സമാധാനിക്കടോ, ഞാൻ എന്നെയും കൂടി ടെൻഷനാക്കല്ലേ, താൻ സമാധാനിക്ക് എന്ന് പറയട്ടെ. അപ്പോഴേക്കും മോനെ ഓടി വന്നിട്ട് പറയാണ്, പെട്ടെന്ന് ഓടിപ്പോയിക്കോ അല്ലെങ്കിൽ പിടിക്കുമെന്ന് പറയണം. അങ്ങനെ അർജുൻ ഓടാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാർ വന്ന് തടയാണ്. അങ്ങനെ അർജുനെ പിടിച്ചു വലിക്കുകയാണ്. ഈ സമയം പൂജ അർജുനെ കെട്ടിപ്പിടിക്കണം. ഇല്ല, ഞാൻ എൻ്റെ അജുവേട്ടനെ വിടില്ല, എൻ്റെ അജുവേട്ടൻ ആരെയും അറിഞ്ഞും കൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ അജുവേട്ടനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ആവുമ്പോൾ പൂജ പറയാണ്, സോറി SI പറയാണ്, ഞങ്ങൾ പിന്നെ വെറുതെയാണോ അറസ്റ്റ് ചെയ്ത് വന്നത്, പെൺ കേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴൊരു കേസ് ഉണ്ടായതൊക്കെ താൻ മറന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ പൂജ ഒരു തരത്തിലും അർജുനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ട ഉടൻ തന്നെ അർജുനെ വിട്ടു തരുന്നില്ല എന്ന് കാണുമ്പോൾ SI പറയാണ്, നിൻ്റെ ഭാര്യയെ ഞങ്ങൾ വലിച്ചഴിച്ച് പുറത്തോട്ട് ഇടണ്ട എന്നുണ്ടെങ്കിൽ താൻ തൻ്റെ ഭാര്യയോട് മാറി നിൽക്കാൻ പറ, ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ശരിക്കും അറിയുന്നതല്ലേ, അത് ഞങ്ങൾ പറഞ്ഞു തരണോ എന്നിങ്ങനെ അർജുനോട് പറയുമ്പോൾ പൂജ, നീ മാറി നിൽക്ക്, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന് പറയാൻ കേട്ടോ. ഈ സമയം ഇല്ല അജുവേട്ടാ, ഞാൻ അജുവേട്ടനെ വിട്ടുകൊടുക്കില്ല, ഇതാ തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, അതിപ്പോൾ നടന്നില്ലേ, എനിക്ക് പറ്റില്ല എൻ്റെ അജുവേട്ടനെ വിട്ടു തരാൻ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ, നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ പൂജ, അങ്ങനെ ഞാൻ വലിയ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴേക്കും ആ SI പറയണേ, നീ കൊലക്കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നീ ചെയ്തത് അതിലും വലിയൊരു തെറ്റാണെന്നുള്ളത് നീ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇതെല്ലാവരും കൂടി എനിക്കിട്ട് കളിച്ച കളിയാണ്, എന്തായാലും ഞാൻ ആരെയും വെറുതെ വിടില്ല എന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ വെല്ലുവിളിയൊക്കെ പിന്നെ ആദ്യം താൻ വാടോ എന്ന് പറഞ്ഞ് പൂജയെ ഒരു തള്ളങ്ങ് തള്ളിയിട്ട് അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ പൂജ, മിശ്ര എന്തൊരു വിധിയാണ്, ഞാൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എൻ്റെ അജുവേട്ടനെ പിടിക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ ഈ കരച്ചിൽ കാണുമ്പോൾ സൂര്യ വന്ന് സമാധാനിപ്പിക്കുകയാണ്, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ പൂജ, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും, എന്നാലേ എൻ്റെ അജുവേട്ടനും എനിക്ക് എന്ത് വിധിയാണ്, ഒന്ന് കഴിയുമ്പോൾ ഒന്നാണല്ലോ എന്ന് പറയുമ്പോൾ സൂര്യ അവിടെ പറയും, ഞാനും ഭാവനയും എന്തെല്ലാം അനുഭവിച്ചിരിക്കുന്നു, അതുപോലെയൊക്കെ തന്നെയാണ് നല്ലവർക്ക് എങ്ങനെയാടോ എന്നുള്ള ആ ഒരു പറച്ചിലും കൂടി സൂര്യയുടെ ആവാണ്. എന്തായാലും ഇനി പൂജ തന്നെയാണ് രക്ഷിക്കുക. എന്തായാലും ഒരു രക്ഷകൻ ഇവിടെ വരും, സത്യാവസ്ഥയൊക്കെ പുറത്ത് കൊണ്ടുവന്ന് അർജുൻ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. 2-3 ദിവസം അർജുൻ ജയിലിൽ കിടക്കത്തുള്ളൂ. അപ്പോഴേക്കും കിരൺ തന്നെ അർജുനെ കൊണ്ടുവരലും അതുപോലെ സഹായിയായി ഒരാളെത്തുകയും ചെയ്യും കേട്ടോ. സ്നേഹയുടെയൊക്കെ കേസ് അടിപൊളിയായി തന്നെ വരും. സ്നേഹ എങ്ങനെയാണ് ഒരു വക്കീലായ വാദിക്കേണ്ടത് എന്നൊക്കെ ശരിക്കും കാണിച്ചും പൂജ അപായൊക്കെ ഇട്ട് വേഷം മാറി പോലീസ് സ്റ്റേഷനിൽ വന്ന് കാണുകയൊക്കെ ചെയ്യുന്ന നല്ല കിടുക്കൻ സീന് തമിഴിലുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ എന്തോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കഴിയുന്നതിനോട് കൂടിയാണ് പ്രിയ ഇനി സ്നേഹസദനത്തിലെ കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകാൻ നോക്കുന്നത്. ആ ഒരു ഇതും കൂടി ആവുമ്പോൾ സത്യങ്ങളൊക്കെ പുറത്തു വരികയും ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നും അതുപോലെ തൻ്റെ കുഞ്ഞിനെ പോലും മാറ്റിയിരിക്കുന്നു എന്ന സത്യവും അർജുൻ അറിയാൻ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ.